മുഅ്മിനീങ്ങളായ ആളുകൾ റബ്ബിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളാണ്. ആ റബ്ബിനെക്കാളും കൂടുതൽ ഒരാളെയും നമുക്ക് പിരിസം വെക്കാൻ കഴിയൂല, ഒരാളെയും സ്നേഹിക്കാൻ കഴിയൂല. എല്ലാം തരുന്ന റബ്ബ് അവനാണ് അല്ലാഹ്. അവൻ വലിയവനാണ്. ഈ രാത്രിയും ഈ രാവിലെയും പകലും രാത്രിയെയും ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ പകൽ വെളിച്ചം തരുന്നവർ, രാത്രിയിൽ ഇരുട്ട് തരുന്നവർ, ഉറങ്ങാൻ സൗകര്യമുണ്ടാക്കുന്നവർ, അതാ റെസ്റ്റ് എടുക്കാൻ സമയം തരുന്നവർ, പകലിൽ അധ്വാനിക്കാൻ വെളിച്ചം തരുന്നവർ, ജോലി ചെയ്യാൻ വെളിച്ചം തരുന്നവർ, ഇങ്ങനെ എല്ലാ നിലക്കും നമുക്ക് അനുഗ്രഹം ചെയ്യുന്ന അല്ലാഹ്, അനുഗ്രഹം ചെയ്ത അല്ലാഹ് അവൻ വലിയ ഖാലിഖാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ട്, ആ റബ്ബിന്റെ പൊരുത്തമില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് പരിഹാരം കാണണം. അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തണം. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ശഅബാൻ മാസമാണല്ലോ, ചിലപ്പോൾ ബുധനാഴ്ച റമദാൻ ഒന്നാകാൻ സാധ്യതയുണ്ട്. മാസം കണ്ടാൽ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവ് കടന്നു വരികയാണ്. ഖുർആനിന്റെ മാസം കടന്നു വരികയാണ്. നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമുള്ള മാസം കടന്നു വരികയാണ്. അതാ ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയാണ്, ഫർദിന് 70ഉം 700ഉം ഇങ്ങനെ കൂലിയാണ്. ഖുർആനോത്തിന് വലിയ കൂലിയാണ്, നോമ്പെടുത്താൽ വലിയ കൂലിയാണ്, മൗനം പാലിച്ചാൽ വലിയ കൂലിയാണ്, ഉറങ്ങിയാൽ തന്നെ അതിന് കൂലിയാണ്. ഇങ്ങനെ പ്രതിഫലം കിട്ടുന്നൊരു മാസം ഇവിടെ ഇല്ലേ ഇല്ല. മാസങ്ങളുടെ നേതാവായ റമദാനങ്ങ് കടന്നു വരുമ്പോൾ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലങ്ങ് തുറക്കപ്പെടുന്നു, നരകത്തിന്റെ വാതിലങ്ങ് അടക്കപ്പെടുന്നു, ശൈത്താന്മാരെ ബന്ദിയാക്കപ്പെടുന്നു. ജനങ്ങളൊന്ന് നന്നാവണം, നമ്മുടെ മനസ്സൊന്ന് നന്നാവണം. ശഅബാനിൽ നമ്മുടെ മനസ്സങ്ങ് ക്ലീനായിട്ട് റമദാനിനെ വരവേൽക്കുകയാണല്ലോ. ഞങ്ങളുടെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. കൊണ്ടുപോകാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, മരിച്ചാൽ ഞങ്ങളെ ഖബറിൽ നേരം പോക്കിനി ഒന്നുമില്ല. രഹസ്യമായി തിന്മ ചെയ്തു പോയി, പരസ്യമായി തിന്മ ചെയ്തു പോയി, പല ബന്ധങ്ങളും സ്ഥാപിച്ചു പോയി. നീ ഞങ്ങളെ ഒന്ന് നന്നാക്കണം റഹ്മാനെ. തൗബയില്ലാതൊരു മരണം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നേടിയ മഹാനാണ്. അവിടത്തേക്കൊരു രോഗം വന്നുപോയി, സൈഡ് എഫക്ട് വന്നുപോയി. പരിഹാരമായി കണ്ടതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് ഒരു പ്രകീർത്തന കാവ്യം ഉണ്ടാക്കാമെന്നാണ്. അങ്ങനെ അവിടുത്തെ മനസ്സിൽ ഉദിച്ചതാണ്. ബുറുദ ഉണ്ടാക്കുന്നു, നബി തങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ വരുന്നു. നബി തങ്ങൾ അവിടുന്ന് തലോടുന്നു. വല്ലാത്തൊരനുഭൂതിയാണ്, പറയാനാവാതൊരവസ്ഥയാണ്. അവിടുന്ന് പച്ചശാളണിക്കുന്നു. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇമാം ബൂസൂരി തങ്ങളുടെ രോഗമെന്ന് മാറുന്നു. ആശ്വാസം കിട്ടിയതായി കാണുന്നു. ലോക നേതാവിന്റെ അംഗീകാരം ലഭിക്കുന്നു. ആരാണ് ലോകത്തിന്റെ നേതാവ്? മറക്കാൻ കഴിയില്ലല്ലോ. ഇന്നല്ലാഹ അസ്സ വജല്ല ബഅസനി റഹ്മത്തൽ ലിൽ ആലമീൻ. ലോക
ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട നേതാവാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ഇവിടെ അയച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ്. ആ നേതാവായ തങ്ങൾ പറയാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം എത്ര വലുതാണ് സുഹൃത്തുക്കളെ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാഹ്, നമുക്ക് വലിയ നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്. നേരത്തെ ഉണർത്തിയല്ലോ മഹാനായ സുൽത്താനുൽ ഉലമാ, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. റഈസുൽ ഉലമക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി വെച്ച സമസ്ത 1926 തുടക്കം കുറിച്ച ആ മഹത്തായ പ്രസ്ഥാനത്തിന് 100 വർഷം പൂർത്തിയാവുകയാണ്. കാരണവശാലത് 2 സംഘടനയായി, ഇവിടെ 2 വിഭിന്നമായ 2 പാർട്ടികളായി. സുന്നത്ത് ജമാഅത്ത് തന്നെ, അതിൽ വ്യതിയാനങ്ങളില്ല, അതിൽ നമുക്ക് ചർച്ചയില്ല, അതിൽ നമുക്ക് മാറ്റത്തിരുത്തലുകളില്ല, ഒരു വിഷയത്തിലും നമുക്ക് ചർച്ചകളില്ല. എല്ലാം ദീനീപരമായി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ അതിവിടെ നടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഒരു വിഭാഗത്തിന്റെ സമ്മേളനം ഇവിടെ കഴിഞ്ഞു. എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടി ഒരുപാട് നന്മകൾ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിലായി, റഈസുൽ ഉലമയുടെ നേതൃത്വത്തിലായി സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപനം കോട്ടക്കല്ലിൽ വെച്ച് നടന്നു കഴിഞ്ഞു. 2027 ജനുവരി മാസത്തിൽ അതിവിടെ നടക്കാനിരിക്കുകയാണ്. നടക്കട്ടെ സുഹൃത്തുക്കളെ, എല്ലാ പരിപാടിയും ഇവിടെ നടക്കട്ടെ. നമ്മളതിന് അഭിപ്രായം പറയാൻ ആരുമല്ലല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് എത്ര വലുതാണ്. ഇവിടെ അത് പടർന്ന് പന്തലിച്ചപ്പോൾ എത്ര സ്ഥാപനങ്ങളുണ്ടായി, എത്ര ദർസുകളുണ്ടായി, എത്ര ദഅവാ കോളേജുകളുണ്ടായി, എത്ര പള്ളികളുണ്ടായി, എത്ര ദീനീ സ്ഥാപനങ്ങൾ ഇവിടെ വന്നു. ഇതെല്ലാം വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ചെറിയ ഒരു അഭിപ്രായം വന്നു. വലിയ 2 സംഘടന, ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടന ഇവിടെ നിലവിൽ വന്നു. നേട്ടങ്ങൾ എത്രയാണ്, സ്ഥാപനങ്ങൾ എത്രയാണ്, പഠിക്കാനുള്ള സൗകര്യങ്ങൾ എത്രയാണ്. ഇതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നമ്മെ ഒരാളെയും തെറി പറയേണ്ടതില്ല, ഒരു ആലിമിനെയും ചീത്ത പറയേണ്ടതില്ല, ഒരു ആലിമിനെയും കുറവാക്കേണ്ടതില്ല, ഒരു സയ്യദിനെയും നിസ്സാരപ്പെടുത്തേണ്ടതില്ല. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ നേതൃത്വം ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്, തങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നവരാണ്. എല്ലാ പണ്ഡിതന്മാരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. ഒരു പണ്ഡിതനെയും ഞങ്ങൾ നിസ്സാരപ്പെടുത്തുന്നില്ല, ഒരാളെയും ചീത്ത പറയാൻ ഞങ്ങൾക്ക് അധികാരവും ഇല്ല. അവർ വലിയ വലിയ ആലിമീങ്ങളാണ്, അറിവ് നേടിയ പണ്ഡിതന്മാരാണ്. അവർ വലിയ വിഷങ്ങളാണ്, നെഞ്ചുകളാണ്. അവരെ തൊട്ടുകളിക്കാൻ നമുക്ക് സാധ്യമേ അല്ല. അവര് ബോധത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഒരാലിമിനെയും ചീത്ത പറയാ എനിക്കധികാരമില്ലല്ലോ, അതിൽ എനിക്ക് വിവരമില്ലല്ലോ, വിവരമുള്ളവനിക്കും പറയാൻ അധികാരമില്ലല്ലോ. ആശയം പറയാമെന്നല്ലാതെ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലല്ലോ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്, പരിശുദ്ധ സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിവറച്ച് ജീവിക്കണം. അവസാനം മുസ്ലിമായി മരിക്കാൻ നമുക്ക് കഴിയണം. പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കണം, സാദാത്യങ്ങളുടെ പിന്നിൽ അണിനിരക്കണം. അവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളണം. അവർ നമുക്കിവിടെ വലിയ വെളിച്ചങ്ങളാണ്, വലിയ പ്രകാശങ്ങളാണ്, നമുക്ക് വലിയ നേതൃത്വങ്ങളാണ്. സർവ്വ ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സൈനുൽ ഉലമ മാണി ഉസ്താദ് ഒരൽപ്പം ക്ഷീണത്തിലാണ്. അല്ലാഹുവേ, അവിടുത്തെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനേ.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉമ്മമാരെ, എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ സാധ്യമേ അല്ലല്ലോ. പല മരണങ്ങളും നമ്മുടെ മുമ്പിൽ നടന്നു കഴിഞ്ഞു. പെട്ടെന്നുള്ള മരണങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. എത്ര ആളുകളാണ് ഒരു രോഗവുമില്ലാതെ മരിച്ചുപോയത്. അല്ലാഹു മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത മഹാനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ഈജിപ്തിലാണ് മഹാനുഭാവന്റെ മഖ്ബറയുള്ളത്. അല്ലാഹു നമ്മെ അവിടെ എത്തിക്കുമാറാവട്ടെ. ആ മഹനീയമായ ദർബാറിൽ പോകാനും അവിടെ പൂർണ്ണമായി ബുർദപാരായണം ചെയ്യാനും ഈ വിനീതന് സാധിച്ചിട്ടുണ്ട്. അല്ലാഹുവേനിയും ഞങ്ങളെ നീ എവിടെ എത്തിക്കണം റഹ്മാനെ. അവിടെയുള്ള വലിയ വലിയ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇമാം ഷാസുലി തങ്ങളുടെ ഹദറത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കൈറോഹിൽ നിന്ന് 1000 കിലോമീറ്റർ അങ്ങോട്ടേക്ക് ഓടേണ്ടതുണ്ട്. ഞങ്ങളുടെ സമയം കഴിഞ്ഞത് കൊണ്ട് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, അടുത്ത പ്രാവശ്യമെങ്കിലും ഞങ്ങൾ അവിടെ എത്തിക്കണം റഹ്മാനെ. ഒരുപാട് മഹാന്മാർ അവിടെയുണ്ട്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇവിടെ മഖ്ബറയുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ മഖ്ബറയുണ്ട്. അതേപോലെ തന്നെ മഹാന്മാരായ അഖ്താബികളിൽപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളുടെ മഖ്ബറയുണ്ട്. ഇബ്രാഹിം ദസൂഖി തങ്ങളുടെ മഖ്ബറ എവിടെയുണ്ട്. ഈജിപ്തിൽ എത്രയോ വലിയ വലിയ മഹാന്മാരുണ്ട്. റബ്ബേ, അവരൊക്കെ സിയാറത്ത് ചെയ്യാൻ ഭാവിയിൽ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അതാ മഹാനായ ഇമാം ബൂസൂരി നിങ്ങൾ പാടുകയാണ്. ഖദംതുഹു ബിമദീൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരി മളാ ഫിശ്ശഹരി വൽ ഖിദമി. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകന്മാരായത്, നബി തങ്ങളെ പ്രകീർത്തിച്ചത്. അവിടെന്ന് പറയാണ്ട് അവിടത്തെ പ്രകീർത്തിക്കുന്നത് എൻ്റെ കാവ്യ ജീവിതത്തിലെയോ അവിടെന്നത് ആ നബി തങ്ങളെ മദ്ഹ് ചെയ്തുവോ, എന്നിട്ട് അവിടെന്ന് കാവ്യമുണ്ടാക്കി, അവിടെന്ന് ബുർദയുണ്ടാക്കി, എന്നിട്ട് പറയാണ് അവിടെയുണ്ടായ എൻ്റെ സേവനകാലത്തിലെയും പാപങ്ങളുണ്ടല്ലോ അല്ലാഹ്, അതൊന്ന് പുറത്തു കിട്ടാനാണ്, പാപങ്ങൾ മായ്ക്കുന്നതിന് വേണ്ടിയാകുന്നു. എന്തൊരു സേവനമാണ്, എന്തൊരു വാചകമാണ് ആ മഹാന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മഹാന്മാരുടെ മദ്ഹ് പാടുമ്പോ, അവർ രചിച്ച മദ്ഹ് പാടുമ്പോ, നബി തങ്ങളെ പ്രകീർത്തിക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നു, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നു. അദ്ദുആഹു സിലാഹുൽ മുഹ്മിൻ, മുഹ്മിനിന്റെ ആയുധമാണ് ദുആ. ഏത് പ്രശ്നങ്ങളുണ്ടോ, ഏത് പ്രയാസങ്ങളുണ്ടോ, ഏത് പ്രതിസന്ധികളുണ്ടോ, ദുആ ചെയ്യൂ ഉമ്മമാരെ, ദുആ ചെയ്യൂ സഹോദരങ്ങളെ. റമദാൻ വരികയാണ്, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. എന്ത് ദുആ ചെയ്താലും റബ്ബ് തട്ടിക്കളയാത മാസമാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യാൻ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിക്കാഹിന്റെ പേരിൽ ദൂർത്തടി പാടില്ല. അതാ പുതിയ പളന്റെ കൂടെ ധാരാളം ആടുകൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകാണ്ട്, എന്നിട്ട് ആ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്, അവരെ പ്രയാസപ്പെടുത്തുകയാണ്, ആ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, അറയിൽ കയറുകയാണ്, എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. എന്തൊരാചാരമാണിത്? ഓ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, നമുക്ക് യോജിച്ചതേ അല്ല. 4-5 ദിവസം നീണ്ടു
നിൽക്കുന്ന കല്യാണം അത് ധൂർത്താണ്, ഇസ്റാഫാണ്. ഇസ്ലാം അതിന് സമ്മതമേ നൽകുന്നില്ല. നിക്കാഹ് എന്ന് പറയുന്നത് വലിയൊരു കർമ്മമാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിക്കാഹ് അതെന്റെ ചര്യയാണ്. അതിൽ നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. അനാവശ്യങ്ങളൊന്നും കടന്നുകൂടാൻ പാടില്ല. ഹറാമുകളൊന്നും കടന്നുകൂടാനേ പാടില്ല. ഇന്നെത്ര ബാല്യക്കാരാണ്, എത്ര ചെറുപ്പക്കാരാണ് പെണ്ണ് കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. മുമ്പ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വീടി നിറഞ്ഞു നിൽക്കുന്ന പെണ്ണാണ്, 25 വയസ്സായി പോയി, 35 വയസ്സായി പോയി, പുതു ശരിയായിട്ടില്ല, പുതിയാപ്പിളായിട്ടില്ല. ദ്വാരക്കാൻ പലരും പറയാറുണ്ട്. ഇന്നിപ്പോ ചെറുപ്പക്കാർ വന്നിട്ട് പറയാണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ടാ നല്ല പെണ്ണ് കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യണം തങ്ങളെ. എത്ര വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കല്യാണത്തിന്റെ ചെലവും വളരെ കൂടുതലാണ്. ഒരു ചെറുപ്പക്കാരന് മീഡിയമായിട്ട് നോർമലായി ജോലി ചെയ്യുന്ന സ്വർണ്ണെടുക്കുന്ന ചെറുപ്പക്കാരൻ, അവനിക്ക് ഒരു കല്യാണം കഴിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് സ്വർണത്തിന്റെ വില അങ്ങ് കൂടിപ്പോയി. ബംഗാറെടുക്കാൻ ചെറുപ്പക്കാർക്ക് എത്ര പ്രയാസം ഉണ്ടാവും. ഒരു പവനെടുക്കാൻ എത്ര ക്യാഷ് വേണം ഇവിടെ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ ലഘുവായിട്ട് നമ്മുടെ കല്യാണങ്ങൾ നടക്കണം. ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള മാതരി വിവാഹങ്ങളാകണം. എന്നാലേ ആ വിവാഹ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂ. നിങ്ങളറിയോ, അറിയാതെ എത്ര ഡയോർസുകളാണ് ഇന്ന്, എത്രയോ വിവാഹ മോചനങ്ങള്. കുടുംബ കോടതികളിൽ പോയി നോക്കിയാൽ, അന്വേഷിച്ചു നോക്കിയാൽ എത്രയോ ബന്ധങ്ങൾ തകർന്നു പോയെന്ന് നമുക്ക് കാണാം. 2 വർഷവും 1 വർഷവും ആകുമ്പോഴേക്ക് കല്യാണങ്ങൾ വിച്ഛേദനം ചെയ്യപ്പെടുന്ന, ഡൈവോഴ്സ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് ഖിയാമത്ത് നാളാകുമ്പോ തലാഖ് വളരെ കൂടുതലുണ്ടാവും. വിവാഹമോചനം വളരെ കൂടുതൽ നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ അവർ നിക്കാഹ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അവരുടെ ബന്ധങ്ങൾ ഏതോ ഒരു സമയത്ത് അവസാനിച്ചിട്ട് നിക്കാഹ് അല്ലാത്ത രീതിയിൽ ഭാര്യ ഭർത്താവായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഉണ്ടാകും. അല്ലാഹു സലാമത്താക്കട്ടെ. പറയുന്ന വാക്കുകളൊക്കെ വളരെയേറെ സൂക്ഷ്മത പുലർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ കൂടുതൽ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് മുറുകെ പിടിക്കണം. അവസാന കാലമാകുമ്പോ എന്റെ ചെറിയ മുറുകെ പിടിക്കുന്ന ആളുകൾ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിയത്തി ഷഹീദ്. ഈ ഒരു വാക്ക് വളരെ അർത്ഥമുള്ള വാക്കാണ്. മുത്തായ തങ്ങൾ പറഞ്ഞു, അവസാന കാലം എന്റെ സമുദായം നാശത്തിലകപ്പെടുന്ന സമയം എന്റെ ചെറിയ മൃഗ പിടിക്കുന്നവർക്ക് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബന്ധങ്ങൾ ഇന്ന് അസ്തമിക്കുകയാണ്. ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. പല നിലക്കുള്ള കൂട്ടുകെട്ടുകളാണ്. സോഷ്യൽ മീഡിയ വളരെ പുരോഗമനം നടത്തിയിട്ടുണ്ട്. വിദേശത്തിലുള്ള ആളുകളുമായി ബന്ധം പുലർത്താൻ കഴിയുന്നുണ്ട്. വിദേശത്തുള്ളൊരു പെണ്ണുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാട്ടിലുള്ളവരുടെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ല. ഇന്നിങ്ങനെ നടക്കുന്ന വിവാഹങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോയിട്ട് വിദേശത്ത് പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുകൊണ്ട് പരിചയത്തിലായി വിവാഹം കഴിഞ്ഞ് നാട്ടിലുള്ള ഭാര്യയെ മറക്കുന്നവരില്ലേ, മക്കളെ ഒഴിവാക്കുന്നവരില്ലേ, ഭാര്യക്ക് ചെലവിന് കൊടുക്കാതവരില്ലേ, അവർക്ക് വേണ്ടുന്നത് ചെയ്യാതവരില്ലേ, ഭർത്താവിനെ വഞ്ചിക്കുന്നവരില്ലേ, ഭർത്താവിന്റെ വിശ്വാസം പിടിച്ചു വെട്ടിയിട്ട് അതാ പലതും പല വേണ്ടാത്തരങ്ങളും ചെയ്യുന്ന ആളുകളില്ലേ, ഭാര്യയുടെ വിശ്വാസം പിടിച്ചു വെട്ടി പലതും ചെയ്യുന്നവരില്ലേ. രഹസ്യവും പരസ്യവും അറിയുന്നൊരു റബ്ബ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ റബ്ബ് സർവ്വതും കാണുന്നുണ്ടല്ലോ. ആ റബ്ബ് സർവ്വതും അറിയുന്നുണ്ടല്ലോ. ആ
നിലക്കുള്ള പേടി ഞങ്ങളെ കൽബിൽ നീട്ടി തരണം റഹ്മാനേ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കൂ ഉമ്മമാരേ, സ്നേഹിക്കൂ ചെറുപ്പക്കാരേ. അവിടത്തെക്കാളും ഭംഗിയുള്ള ഒന്നും ഈ ലോകത്തിലേ ഇല്ല. നബി തങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയും ഇവിടെ ഇല്ലേ ഇല്ല. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് നമ്മുടെ തങ്ങൾ. ഹബീബായ തങ്ങളെ പറയണ്ട്, ഖിയാമത്ത് നിങ്ങളിൽ സ്വർഗത്തിന്റെ വാതിന്റെ അടുക്കലേക്ക് ഞാൻ വരൂ. ആ സ്വർഗത്തിന്റെ അടുത്തങ്ങ് വരുമ്പോ ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് നബി തങ്ങളാണ്. ആ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്, അത് തുറക്കുന്നത് ഞാനാണ്. അപ്പോഴാണ് സ്വർഗത്തെ കാക്കുന്ന മലക്ക് പറയുന്നത്, ഫയഖൂലുൽ ഖാസിനു മൻ അൻതാ, നിങ്ങൾ ആരാണ്? നബി തങ്ങളോട് ചോദിക്കുകയാണ്. ഹബീബായ തങ്ങളെ പറയാണ്, ഫയഖൂലു മുഹമ്മദു, ഞാൻ മുഹമ്മദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്താണ്. അപ്പോൾ ആ സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ മറുപടി വരികയാണ്, ഫയഖൂലു ബികൗമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങളെയാണ്. നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും തുറന്നു കൊടുക്കാൻ പാടില്ല. എന്നോട് കൽപ്പനയുണ്ട്. നബി തങ്ങളെ സ്നേഹിച്ചവരാണോ? നബി തങ്ങളെ ആദരിച്ചവരാണോ? നബി തങ്ങളെ പിന്നിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടാകും. ആ നബി തങ്ങളെ കൂടെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ബുർദയും ഇങ്ങനെയുള്ള മജ്ലിസുകളൊക്കെയും അത് നമുക്ക് മഹബത്ത് കൂടാൻ കാരണമാകണം, റബ്ബിന്റെ പൊരുത്തത്തിലാവാൻ കാരണമാകണം. ഉഹ്ബുദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിനെ നിങ്ങൾ ആരാധന ചെയ്യണം. ആ റബ്ബിനല്ലാതെ ഒരാളെയും ആരാധിക്കരുത്. വാഫുസുസ്സലാം, നിങ്ങൾ സലാം പറയുന്നവരാകണം, സലാം വ്യാപിക്കണം. മുഅ്മിനീങ്ങൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയണം. ഭക്ഷണ വിതരണം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇവിടെ ബുർദ മജ്‌ലിസ് നടക്കുകയാണല്ലോ, ഭക്ഷണം ഉണ്ടാവും, ആ ഭക്ഷണം കൊടുക്കലുണ്ട്. ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിമാരൊക്കെ ഇവിടെയുണ്ട്, പ്രവർത്തകന്മാരൊക്കെയുണ്ട്. വളരെ മുമ്പ് തന്നെ എന്നെ വിളിച്ചിവിടെ വരണമെന്ന് പറഞ്ഞവരാണ്. മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. സലാം പറയുന്ന സ്വഭാവമുണ്ടോ? ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവമുണ്ടോ? റബ്ബിനെ ആരാധന ചെയ്യുന്നവരാണോ? കൃത്യമായി നിസ്കരിക്കുന്നവരാണോ? തദ്ഖുലുൽ ജിനാൻ, സ്വർഗം കിട്ടാൻ അത് വലിയ കാരണമാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഭർത്താവിനെ അനുസരിക്കുന്നവരാണോ? ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്നവരാണോ? ഭർത്താവിനനുസരിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നവരാണോ? 5 വക്ത് നിസ്കരിക്കുന്ന ഉമ്മമാരാണോ? റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഉമ്മമാരെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മോട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മാതൃകാ കുടുംബമായി, ഉത്തമ കുടുംബമായി, സ്വൽസ്വഭാവമുള്ള ആളുകളായി നമ്മളൊക്കെ മാറണം. മനുഷ്യ സഹജമായി പല തിന്മകൾ, തെറ്റുകൾ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുണ്ടാകും. ഭാവി ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നന്നായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ലഹരി ഉപയോഗിച്ചവരുണ്ടാവും, കള്ളു കുടിച്ചവരുണ്ടാവും, കഞ്ചാവ് അടിച്ചവരുണ്ടാവും, മയക്കുമരുന്ന് ഉപയോഗിച്ചവരുണ്ടാകും, വ്യഭിചരിച്ചവരുണ്ടാകും. എല്ലാം മനുഷ്യന്റെ വിചാരങ്ങളെ കൊണ്ട് വന്നുപോയ തെറ്റുകളാകും. അതുകൊണ്ട് അതിൽ തന്നെ അഡിക്റ്റ് ആവാതെ, അതിൽ തന്നെ പതിവാക്കാതെ, അതിൽ നിന്നെല്ലാം മാറി നിന്ന് നന്നാകണമെന്നൊരു ചിന്തയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ പരിപാടിയുടെ ഇവിടുത്തെ സൗണ്ട് എല്ലാ നിലക്കും നമുക്കിവിടെ അതിൻ്റെ സിസ്റ്റം മുഴുവനും സ്പോൺസർ ചെയ്തിട്ടുള്ളത് MT നിസാർ അദ്ദേഹമാണ്.
മോളാക്കാരുടെ മകനാണ്. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണം റഹ്മാനെ, കുടുംബത്തിൽ ഖൈർ നൽകണം റഹ്മാനെ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ജോലിയിൽ ഏർപ്പാടുകളിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഇതിങ്ങനെ കാണുമ്പോൾ പരിസരത്തിലൂടെ അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ലൈറ്റും ഇതിന്റെ ഹൈലൈറ്റും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്, വളരെ സന്തോഷമായിട്ടുണ്ട്. ഇതിനു വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകവചനം കൊണ്ട് ഈ വാക്യം കൊണ്ട് ഈ മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ അതിഥികളൊക്കെ അവരൽപ്പം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ബുർദ മജ്‌ലിസ് ആരംഭിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ പോകാവൂ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحمن يا الله مالك الملوك يا الله സാധുക്കളാണ് റഹ്മാനെ, പാപികളാണ് റഹ്മാനെ, ഒരുപാട് തിന്മകൾ വന്നുപോയവരാണ്. പരിശുദ്ധ ശഅബാനിന്റെ അവസാന ദിവസങ്ങളിൽ കടന്നിരിക്കുകയാണ്. ഇനിയൊരു ശഅബാൻ അടുത്ത വർഷം ഞങ്ങളിലേക്ക് വരുമോ? ഞങ്ങൾ ബറാഹത്ത് ആഘോഷിക്കുമോ? അതിലൊരുമിച്ച് കൂടാൻ കഴിയുമോ? പറയാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, ഒരു യോഗ്യതയുമില്ലല്ലോ. റമദാനിലുണ്ടാകുമോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലല്ലോ. നാളെ ഉണ്ടാകുമോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഗ്യാരണ്ടിയില്ലല്ലോ. ഇവിടെ പല സാധനങ്ങൾക്കും ഗ്യാരണ്ടി തരാറുണ്ട്. ഇവിടെയുള്ള മൈക്കിന് ഗ്യാരണ്ടിയുണ്ട്, ഇവിടെയുള്ള ലാപ്ടോപ്പിന് ഗ്യാരണ്ടിയുണ്ട്, മൊബൈലിന് ഗ്യാരണ്ടി തരാറുണ്ട്, വാറണ്ടിയൊക്കെ തരാറുണ്ട്. അത് കേടായാൽ ശരിപ്പെടുത്തി തരാറുണ്ട്. ഞങ്ങളെ ബോഡിക്ക് ഒരു ഗ്യാരണ്ടിയുമില്ലല്ലോ. കിഡ്നി പോയാൽ അത് പൂർണ്ണ അവസ്ഥയിലെത്തിക്കാൻ ഒരു ഡോക്ടറിനും കഴിയുന്നില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞാലും മരുന്ന് വേണം, ഓപ്പറേഷൻ കഴിഞ്ഞാലും ചികിത്സ വേണം, ഓപ്പറേഷൻ കഴിഞ്ഞാലും ചെക്കപ്പ് വേണം. ഹാർട്ട് ബ്ലോക്ക് വന്നു പോയാൽ, ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞു പോയാൽ ഇടക്കിടക്ക് ചെക്ക് വേണം. അല്ലാതെ പൂർണ്ണ രൂപത്തിൽ നിനക്കുണ്ടായ ഹാർട്ട് 100% നന്നായിട്ടുണ്ടെന്ന് പറയാൻ, ഇനി മരുന്ന് വേണ്ടെന്ന് പറയാൻ, ഒരു ചെക്കപ്പ് വേണ്ടെന്ന് പറയാൻ ഒരു ഡോക്ടറിനും ഇവിടെ കഴിയുന്നില്ലല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ. ഓൺകോളജി ഡോക്ടർമാരുണ്ട്, ക്യാൻസർ വിദഗ്ധന്മാരുണ്ട്, ചികിത്സകൾ പലരും നടത്തിയിട്ടുണ്ട്, പലർക്കും രോഗശമനമുണ്ടായിട്ടുണ്ട്. അതാ തലക്ക് വന്ന ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിക്കാൻ ഓൺകോളജി ഡോക്ടറിന് കഴിഞ്ഞിട്ടില്ലല്ലോ, അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് ഹാർട്ടിന്റെ പേഷ്യന്റുമാർ ചികിത്സിച്ച ഡോക്ടറാണ് അറ്റാക്കായി മരിച്ചു പോകുന്നത്. ഇതൊരു ലോകമാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ റബ്ബിൽ അചഞ്ചലമായ വിശ്വാസം വേണം. ആ റബ്ബാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത്. ചെറുപ്പക്കാരാ, റബ്ബ് തന്ന യുവത്വമുണ്ടല്ലോ, അതൊന്ന് ഉപയോഗപ്പെടുത്തണേ ചെറുപ്പക്കാരാ. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് അതിൽ നീ ലാഭമുണ്ടാക്കണം ചെറുപ്പക്കാരാ. നീ അനാവശ്യങ്ങളിൽ മുഴുകിപ്പോകണ്ട. രാത്രികാലങ്ങളിൽ വെറുതെ ഉറക്കൊഴിക്കല്ല, അനാവശ്യങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കല്ല, എവിടെയെങ്കിലും പോയി സമയം ചെലവഴിക്കല്ല, നിസ്കാരം നഷ്ടപ്പെടുത്തല്ല. വേണ്ടാത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടത് കൊണ്ട് ഒരു നേരം നിസ്കരിക്കാതെ, മാതാപിതാക്കൾ അംഗീകരിക്കാതെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ, ബാപ്പ പറഞ്ഞത് കേൾക്കാതെ, മോനെ നീ ഇവിടെ പോകല്ല മോനെ എന്ന് പറയുമ്പോ, ഞാൻ എൻ്റെ പ്രായമാണല്ലോ, എനിക്കിവിടെ ഇഷ്ടങ്ങളില്ലേ, ഞാൻ പോകേണ്ട സ്ഥലങ്ങളില്ലേ, എനിക്കിവിടെ എല്ലാം നിലക്കും സന്തോഷം കണ്ടെത്തേണ്ടതില്ലേ? നിങ്ങൾ എന്തൊക്കെ വേണ്ട എന്ന് പറയുന്നത്? ബാപ്പ പറഞ്ഞത് കേൾക്കാതെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ, മുതിർന്നവർ പറഞ്ഞത് കേൾക്കാതെ, സ്വയം ഇഷ്ടപ്രകാരം പലതും 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 ചെയ്ത് അവസാനം തിന്മയിൽ അകപ്പെട്ട് അവസാനം അത് കൂട്ടുകെട്ട് മോശമായത് കൊണ്ട് ലഹരിക്ക് അഡിക്റ്റായി പോകുന്നു. സൈലന്റായി ഡ്രഗ്സ് ഉപയോഗിച്ച്, ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് മൗനമായി വീട്ടിലേക്ക് വരികയാണ്. അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
അല്ലാഹുവേ ചെറുപ്പക്കാരൻ മുഴുവനും നീ നന്നാക്കണം റഹ്മാനെ, നല്ല ബാല്യക്കാരാക്കണം റഹ്മാനെ, ഞങ്ങളെ ദുആനെ നീ കബൂലാക്കണം റഹ്മാനെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, സംഭാവനകൾ നൽകിയവരുണ്ടോ, ഇവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി അരി കൊടുത്തവർ ആരാണോ, ഇറച്ചി കൊടുത്തവർ ആരാണോ, ഈ സദസ്സിലുള്ളവർ സഹായിച്ചവർ ആരാണോ, ഇവിടെയുള്ള മുഴുവൻ ആളുകൾ, പരിസരത്തിലുള്ള നാട്ടുകാർ, ഇവിടുത്തെ പ്രവർത്തകർ പോയി ചോദിച്ചപ്പോ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാവരിൽ നിന്നും നീ സ്വീകരിക്കണം റഹ്മാനെ. പ്രത്യേകിച്ചും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലിമീങ്ങൾ, സദാതീങ്ങൾ, മഹാനായ താജുൽ ഉലമാ, നൂറുൽ ഉലമാ, ശംസുൽ ഉലമാ, കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ മിത്തബൈൽ ജബ്ബാർ ഉസ്താദ്, മഹാനായ താജുൽ ഫുഖഹാ ബേക്കലം ഉസ്താദ്, എന്നെ ഉസ്താദ്, ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പോസോട്ട്, അതുപോലെ താഹിറുൽ അഹ്ദലി തങ്ങൾ, ഹംസുൽ ഉലമാ ഹംസ ഉസ്താദ്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങുന്ന റബ്ബേ സമസ്തയുടെ തുടക്കം മുതൽ ഇന്ന് വരെ മരിച്ചുപോയ അലിമീങ്ങൾ ആരൊക്കെയാണോ, മരിച്ചുപോയ സാദാത്യങ്ങൾ ആരൊക്കെയാണോ, ഞങ്ങളെ വലിയ വലിയ ഉസ്താദുമാർ, മഹാനായിരിക്കുന്ന റബ്ബേ അലമ്പാടി ഉസ്താദ്, വെള്ളിപ്പാടി ഉസ്താദ്, മുഹമ്മദ് അലി വാക്കബി ഉസ്താദ് തുടങ്ങിയ റബ്ബേ പ്രമുഖരായ ഉസ്താദുമാരൊക്കെ ഖബറിലാണ് റഹ്മാനെ. എല്ലാവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന സർവ്വാലിമീങ്ങൾ, സദാതീങ്ങൾ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. പെട്ടെന്ന് പറ മരിപ്പിച്ച് റബ്ബേ ഞങ്ങളെ നീ അനാഥരാക്കി കളയല്ല റഹ്മാനെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ നീ ഇവിടെ നിലനിർത്തണം റഹ്മാനെ. എല്ലാ ഫിത്നയിൽ നിന്ന്, എല്ലാ സിഹറിൽ നിന്ന്, ഗൂഢോത്തരങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, കിഡ്നി ഫെയിലർ, റബ്ബേ മാരാവ്യാധികൾ, സ്ട്രോക്കുകൾ, ബ്രെയിൻ ട്യൂമർ, വെള്ളപ്പാണ്ട്, കുഷ്ഠം, നടുവേദന, വയറുവേദന, അർസസി, സ്ത്രീകളിലുള്ള രോഗങ്ങൾ, ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, തൈറോയിഡ്, വയറ്റിലുള്ള മഴകൾ, ഗർഭാശയത്തിലുള്ള മഴകൾ, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, തലവേദന, മൈഗ്രെയിനിന്റെ പ്രശ്നങ്ങൾ, കൈകാലി വേദനകൾ, നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഈ സദസ്സിൽ വന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വിളിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ലൈവായി ഈ പരിപാടി വീക്ഷിക്കുന്നവർ, കാണുന്നവർ, കണ്ട് ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം റഹ്മാൻ. ഒരുപാട് നന്മകൾ ചെയ്യാൻ, ജീവിതത്തിൽ പല പ്രാവശ്യം ഹജ്ജും ഉംറയും ചെയ്യാൻ, റൗള സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള സമ്പത്ത് നൽകണം റഹ്മാൻ. യാത്ര എളുപ്പമാക്കി തരണം റഹ്മാൻ, വഴി എളുപ്പമാക്കി തരണം റഹ്മാൻ. ബാപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ ഖബർ സിയാറത്ത് ചെയ്ത് വന്നതാണ്. അവിടെ ഉപ്പാപ്പമാറുണ്ട്, ഇളയപ്പമാറുണ്ട്, കുടുംബങ്ങൾ പലരുമുണ്ട്. റബ്ബേ എല്ലാവർക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടും വിധത്തിൽ അവരെ സേവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ആഖിറം നീ നന്നാക്കി കൊടുക്കണം റഹ്മാനെ. മരണം എപ്പോഴാണോ ഞങ്ങൾക്ക് ഖൈറായത്, നല്ല സമയം, നല്ല മജ്‌ലിസിൽ വെച്ച് ഒരു തിന്മയുമില്ലാതെ, കിബറില്ലാതെ, ഉജിബില്ലാതെ, അഹങ്കാരമില്ലാതെ, കടങ്ങളില്ലാതെ, ആരെയും ദ്രോഹിച്ചതില്ലാതെ, ബുദ്ധിമുട്ടാക്കിയതില്ലാതെ, കുടുംബബന്ധം മുറിക്കാതെ, വളരെ സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ഏറ്റവും നല്ല ഹുസ്നുൽ ഖുൽഖ് തന്ന് മരണം ഖൈറായ സമയം ഈമാനോട് കൂടെ ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة أما يصفون، سلام على المرسلين، والحمد لله رب العالمين.